വെൽക്കം ടു ഓൾ യാങ്സ്. അപ്പോൾ ഇന്ന് എന്താ വന്നിക്കണമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി മിനി ഊട്ടി പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ മഞ്ചേരിയുള്ള ഐ തിങ്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ള ഒരു സ്പോട്ടാണ് മഞ്ചേരി മിനി ഊട്ടി എന്ന് പറയുന്നത്. സോ ഞങ്ങൾ ഇതുവരായിട്ട് പോയി കണ്ടിട്ടില്ല. നമ്മൾ മലപ്പുറംകാരാണെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് അതിനായിട്ടുള്ള യാത്രയാണ്. സോ നമുക്ക് മിനി ഊട്ടി കാണാൻ പോകാം. ഓക്കെ, കമോൺ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് യാത്ര തിരിച്ചിരിക്കുന്നു ഗൈസ്. കുറച്ച് എല്ലാവരും മഞ്ചേരി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മഞ്ചേരിയിൽ നിന്ന് ഒരുപാട് ദൂരം പോകാനുണ്ടായിരുന്നു. സോ ഫൈനലി നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് അവിടെ എന്തൊക്കെയോ പെറ്റ് പാർക്കും അതേപോലെ ഒരുപാട് പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിവേ നമ്മൾ എത്തിയ ഒരു ക്ലൈമറ്റ് പറയുന്നത് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. സോ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് അത്ര ക്ലിയറും കാര്യങ്ങളൊന്നുമല്ല, റോഡിലൊക്കെ ഭയങ്കര ഭരണത്തിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ അങ്ങനെ എൻട്രി കൊടുത്തു. നമ്മൾ എൻട്രി ടിക്കറ്റിന് ഒരാൾക്ക് പെർ ഹെഡ് 200 രൂപയാണ് വരുന്നത്. നമ്മൾ 5 ആളുണ്ടായിരുന്നു. സോ ഞാൻ വലിയ ആളിട്ട് ഞാൻ കൊടുക്കാം ടിക്കറ്റിന് ക്യാഷ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചില്ലി വിലക്കാരെന്നൊക്കെ വിചാരിച്ച് കൊടുത്തതാണ് ഗൈസ്. അപ്പോൾ ഓല് പറഞ്ഞു എന്നോട് ഇത്ര വില വരുന്നൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ കൊടുക്കാമെന്നൊക്കെ ഏറ്റതല്ലേ, മാനം കാക്കണമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് അറിയുന്നൊരു വീഡിയോ. സോ ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് പറ്റിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കെല്ലാം ഇഷ്ടമായി. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി ഗൈസ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ചെറിയ ബ്രിഡ്ജിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അതല്ല, അപ്പുറത്തേക്കാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിക്കണേന്ന്. സോ അവിടെ വലിയ ബ്രിഡ്ജിലേക്ക് ഞങ്ങൾ കയറി. എന്താ സംഭവം എന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്തപ്പോൾ എൻ്റെ ക്യാഷ് മിസ്സായി ഗൈസ്. പിന്നെ ഒരു നല്ല മനുഷ്യരുടെ ആൾക്കാരൊക്കെയാണ് അവിടെ ഉള്ളത് കൊണ്ട് അവർ CCTV ചെക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ക്യാഷ് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഷോക്കായി പോയി ഗൈസ്. ഇപ്പോൾ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ സങ്കടമായിരുന്നു. സോ ഇതാണ് അതിൻ്റെ ഒരു മെയിൻ എൻട്രി എന്ന് പറയുന്നത്. സോ ഇങ്ങനൊരു ഔട്ട്ലുക്കാണ് ഇതിന് വരുന്നത്. പിന്നെ നമ്മൾ നേരെ ചെരുപ്പ് ഊരി നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ്. ദിസ് ഈസ് ദ മെയിൻ എൻട്രൻസ്. സോ നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര രസമാണ് കാണാൻ. മറ്റേ ഈ കുട്ടികളെയൊക്കെ ഗ്ലാസ്സിലിരുത്തിയാൽ ഇത്രയും ആഴം തോന്നിപ്പിക്കുന്നതും ആയതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളും അവർ കരയണതും ഒക്കെ കാര്യങ്ങളൊക്കെ കേൾക്കാം. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ആണിത് ഗൈസ്. ഭയങ്കര അടിപൊളി വ്യൂ ആണ്. ഇത്രയ്ക്കും താഴ്ച സംഭവത്തിനുണ്ട്. സോ അവിടെ നമ്മൾ വന്ന റൂട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ കുട്ടികൾ കാര്യങ്ങളും ഞാൻ അതാണ് ഇങ്ങനെ നോക്കുന്നത്. കാരണം കുട്ടികളേക്ക് വിചാരം അത് പൊട്ടിച്ച അങ്ങനെ ഒരു ഇതാണ് എന്തെനിക്കറിയില്ല. എനിവേ കുട്ടികളെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പാരൻസ് വെക്കുമ്പോഴൊക്കെ മറ്റേ ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമാണ്. കുട്ടികൾ നല്ല കരച്ചിലൊക്കെയാണ്. സോ ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയിരുന്നത്, അസ്കർ ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. നമുക്ക് എത്ര സമയം വേണമെങ്കിലും വരെ നിൽക്കാം. 24 hours ഓപ്പൺ ആണ് സംഭവം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ എത്ര സമയത്ത് ഇറങ്ങണമെന്നൊന്നുമില്ല. ടിക്കറ്റ് എടുത്ത് കയറിയാൽ പിന്നെ നമ്മളെ ഇഷ്ടമാണ് എപ്പോൾ ഇറങ്ങണം എന്നുള്ളത്. എനിവേ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു പീസ്ഫുൾ പ്ലേസ് ആയിരുന്നു. കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ ഒരുപാട്. എനിവേ എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന്, പക്ഷേ ടിക്കറ്റിന് റേറ്റ് കുറച്ച് ഓവറാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിവേ നൈറ്റ് ആയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടി രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പട്ടി ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങാമെന്നുള്ള പ്ലാനിലായി. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഭയങ്കര സൊള്ളലാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇറങ്ങാനുള്ള പ്ലാന് നോക്കുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇനി ബാക്കിയുള്ള പരിപാടിയോടെയും കാണാൻ വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. എനിവേ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് പുറത്തിറങ്ങി ബാക്കിയുള്ള പാർക്കും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ മറ്റേ അതേപോലെ ഹോഴ്സ് റൈഡ്, അതേപോലെ പെറ്റ് മാർക്കറ്റിൽ നമ്മളെ മേത്ത് പക്ഷികളെ വെച്ച് കൊടുക്കുക, അതേപോലെ തീറ്റ വെച്ചാൽ നമ്മളെ കയ്യിൽ വന്നുകൊണ്ട് പ്രാക്കൾ കൊത്തി തിന്നണ പരിപാടി, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമായില്ല. ഞങ്ങൾ അതിൽ കയറിയില്ല, എനിക്കിഷ്ടമായില്ല. സോ പിന്നെ വേറെ പാർക്കുകളും കാര്യങ്ങളൊക്കെ, ഈ പാർക്കിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണം. സോ നമ്മൾ ഫാമിലിയിൽ അങ്ങനെ ബേബീസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ കയറേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് ഇരുന്ന് വ്യൂ കാണാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അവരെന്തോ അവിടെ നല്ലോണം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഗൈസ്, ഇവരുടെ ഉള്ളിലും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ കൈയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്തെങ്കിലുമൊക്കെ നമ്മൾ പട്ടിഷോ ചെയ്യണമല്ലോ, അതാണല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്പോട്ട്, നമ്മുടെ മിനി ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു.
ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഹൊറർ ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനും ബ്രദറും നാത്തൂനും കൂടി അത് കാണാൻ പോയി. എനിക്കും നാത്തൂനും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അസ്ലമ് പോര് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി. കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ആവറേജ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒറ്റക്ക് പോകണമെന്ന് ചോദിച്ചു, പക്ഷേ ഒറ്റക്ക് പോകാനുള്ള ധൈര്യം കൂടുതലുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്ക് പോകില്ല, 3 ആൾക്ക് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഹൊറർ ഹൗസ് കാണേണ്ടതായിരുന്നു, ഓരോരുത്തർ പോവാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പിന്നെ പേടിയൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ 3 ആൾ ഒരുമിച്ചാണ് പോയത്. അവനോട് ഒറ്റക്കും ഞങ്ങളോട് 2 ആളോടും ഒപ്പം പോകാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ പേടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 ആൾ ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ 2 ആളും കൂടി അന്തല്ലാത്ത 2 കൂടി ഒപ്പം പോയിക്കണമെങ്കിൽ അവിടെ നിന്നിരുന്നു, സ്ഥിര താമസാക്കി ഞങ്ങൾ, അല്ലെങ്കിൽ അവിടെ ബോധം കെട്ട് വീണിട്ടുണ്ടാവും. ഓ മൈ ഗാഡ്, ഇന്ന് ഞാൻ നിന്റെ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കൂല, പേടിയാണ്. ഇന്ന് ഞാൻ താഴത്ത് ഉമ്മാരത്ത് കിടക്കും. ഓക്കെ, ഐസ്ക്രീമും കഴിച്ചു, അങ്ങനെ പിന്നെ നമ്മൾ അച്ചാറും കഴിച്ചു. തിന്നെടുക്കണ വീഡിയോ ഞാൻ മറന്നു ആക്ച്വലി. അങ്ങനെ നമ്മൾ റിട്ടേൺ അടിച്ചപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ കയറിയത് ക്ലബ് ഡൈനിലായിരുന്നു. അടിപൊളി ഷവായും മന്തിയും കഴിച്ചു. അപ്പോൾ ഷവായി വന്നിട്ടുണ്ട്, ഇനി നമുക്ക് മന്തിയും കൂടി വെയിറ്റ് ചെയ്യാം. ഞാനൊരു ഗ്രീൻ മൊയ്റ്റോ പറഞ്ഞിട്ടുണ്ട്, അത് മുന്നേ വന്നപ്പോൾ ഞാൻ കുടിച്ച് പകുതിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെന്തായാലും കഴിച്ച് അങ്ങനെ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബായ്.